Assalamualaikum everyone, welcome back to my channel. അപ്പോൾ ഇന്നൊരു ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയാലോ. ആക്ച്വലി ബാക്ക് ടു സ്കൂൾ ഒന്നും പറയാനും പറ്റില്ല, കാരണം എനിക്ക് അതിൻ്റെ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് അൺബോക്സിങ് വീഡിയോ. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് എന്നല്ല, ഇന്ന് നമ്മൾ അൺബോക്സിങ് വീഡിയോ തന്നെയാണ്. ബാക്ക് ടു സ്കൂൾ ഷോപ്പിൻ്റെ ചെറിയ 2-3 ക്ലിപ്സ് കാണാം. നമ്മൾ കുട്ടീസിന് ബാഗും ബുക്കും ഒക്കെ വാങ്ങാനായിട്ട് നമ്മൾ കൊല്ലം ബഡാ ബസാറിലാണ് പോയത്. അവിടെ ക്ലാസ്മേറ്റ്സിൻ്റെ 3 ബുക്ക് എടുക്കുമ്പോൾ ഒരു ബുക്ക് ഫ്രീ, പിന്നെ പേനയും ഫ്രീ ഉണ്ടായിരുന്നു. വേറെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ബുക്കിനോട് ഒരു ബുക്ക് ഫ്രീ ഉണ്ടായിരുന്നു, അത് വേറെ കമ്പനി ബുക്കായിരുന്നു. അതിൻ്റെ പ്രൈസിന് മാറ്റം ഉണ്ടായിരുന്നു. രണ്ടും നോക്കിയപ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ വരും. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ബുക്സ് എല്ലാം എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ബാഗ്സ് നോക്കി. നല്ല തിരക്കുണ്ടായിരുന്നു ഗൈസ്, നല്ല ഓഫറും ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നല്ല തിരക്കും ഉണ്ടായിരുന്നു. ബാഗൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗ് തന്നെയായിരുന്നു. അങ്ങനെ 3 ബാഗ് സെലക്ട് ചെയ്തു. പിന്നെ വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്തു. നമ്മൾ ബാഗും ബുക്കും വാട്ടർ ബോട്ടിലും ഒക്കെ പെട്ടെന്ന് തിരഞ്ഞെടുത്തു. പക്ഷേ അല്ലുവിന് ഇഷ്ടപ്പെട്ട ബോക്സ് കിട്ടാൻ ഭയങ്കരമായിട്ട് പാടപ്പെട്ടു. ഒന്നും അല്ലുവിന് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. പ്രശ്നമോ ഒരിഷ്ടപ്പെട്ട ബോക്സ് കൊണ്ടിരുന്ന അത് മതിയെന്നും പറഞ്ഞ് പിന്നെ പാടുപെട്ട് അതവിടെ തിരിച്ച് വെപ്പിച്ചു. വേറെ നല്ലതും ക്വാളിറ്റി ഉള്ളതും ഒക്കെ എടുത്തു കൊടുത്തിട്ട് അവളത് നോക്കിയിട്ട് തിരിച്ചങ്ങ് വെക്കുക ചെയ്യുന്നത്. കുറേ കഴിഞ്ഞ് അവസാനം ഇഷ്ടത്തിന് തന്നെ ഒരു ബോക്സ് കിട്ടി. പിന്നെ ടിഫിൻ ബോക്സിലോട്ടായി. ടിഫിൻ ബോക്സ് ഒരെണ്ണം കണ്ടുപിടിച്ചു, പക്ഷെ അത് അത്രയും വലുത് ആവശ്യമില്ലായിരുന്നു. അതുകൊണ്ട് അത് തിരിച്ചു വെപ്പിച്ച് അടുത്ത വേറെ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അത്രയും തിരക്കും എന്തോ ലൈറ്റും ഒന്നും എന്തോ പിടിച്ചില്ല. എനിക്ക് അങ്ങനെ ചെറുതായിട്ടൊന്ന് തലകറക്കം പോലെ തോന്നി. അങ്ങനെ അവിടെ ഷോപ്പിംഗ് അവിടെ അവസാനിപ്പിച്ചു. അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാനും പറ്റിയില്ല. പിന്നെ എന്തൊക്കെയോ വാങ്ങിച്ചു. അന്നേരം ഞാൻ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തതുമില്ല. അങ്ങനെ അത്രയുള്ള നമ്മുടെ ഷോപ്പിംഗ് വീഡിയോ. ഇനി നമുക്ക് അൺബോക്സിങ് വീഡിയോ കാണാം. അപ്പോൾ ഈ ബാഗാണ് അല്ലുവിൻ്റെ ബാഗ്. ഒരു ഗ്രീൻ കളറ്, നല്ല യൂണിക്കോണൊക്കെ ഉള്ള ഒരു ബാഗ്. നമ്മളെന്ത് ഇഷ്ടപ്പെട്ടെടുത്താലും അല്ലുവും കൂടെ ഇഷ്ടപ്പെട്ടാലേ അത് എടുക്കത്തുള്ളൂ. പക്ഷെ അഫ്നാനും അനാനും അങ്ങനെയല്ല, അവന്മാർക്ക് നമ്മളെടുത്ത് കൊടുക്കുന്ന എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷെ ഇത് അല്ലു അങ്ങനെയല്ല, അല്ലുവിനും കൂടെ ഇഷ്ടപ്പെട്ടാലേ അത് എടുക്കൂ. അടുത്തത് അദിനാൻ്റെ ബാഗാണ്. അനാൻ്റെ ബാഗ് ഒരു വൈറ്റും ബ്ലാക്കും ഓറഞ്ചൊക്കെ ഉള്ള നല്ല ബാഗല്ലേ, ഒരുപാട് ഉറയൊക്കെ ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്. ആദ്യത്തേത് ചെറുതാ, പിന്നെ രണ്ടാമത്തേത് വലിയ ബാഗ്, വലിയ ഉറ. അത് മാറ്റി, അത് നമുക്ക് പിന്നെ കാണിക്കാം. ഇത് ആദ്യം എടുത്ത് എല്ലാവർക്കും ഉണ്ട്, മാറ്റി വെച്ചേ. ലാസ്റ്റത്തെ ഉറയല്ല, ഇനി ഉറയുണ്ട്. ലാസ്റ്റത്തെ ഉറ ഇതാ. വേറെ ഒരു ലാസ്റ്റത്തെ ഉറയിൽ അഡീഷണൽ ഒരു. ഈ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ എല്ലാവരും കൂടെ ബഹളം വെക്കുന്ന കാരണം ഒന്നും
കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നത്. അടുത്തത് അഫ്നാൻ്റെ ബാഗാണ്. അഫ്നാൻ്റെ ബാഗ് ഒരു ഗ്രീൻ കളറാണ്. ഫുള്ളും കാലിയാ, അത് ഞങ്ങൾക്കും അറിയാം. 1 2 3 അഫ്നാൻ്റെ അകത്ത് ഒരു എക്സ്ട്രാ ബുക്സ് ഇരിക്കണ്ടേ, കുഞ്ഞതല്ലല്ലോ, ഇനിയിപ്പോ ഒരുപാട് ബുക്സ് ഒക്കെ ഇല്ലേ. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ബാഗ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും. അടുത്ത് നമ്മൾ വാങ്ങിച്ചത് ബോക്സ് ആയിരുന്നു. പൗച്ച് ആണ് വാങ്ങിച്ചത്. അതിനാണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ ആയിരുന്നു. നറൂട്ടോയുടെ ആയിരുന്നു പറഞ്ഞത്, പക്ഷെ നറൂട്ടോയും കായി നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. അപ്പോൾ അങ്ങനെ ഇത് ഇതാ കണ്ടോ, ഇതിന് നമ്മുടെ ലോക്കൊക്കെ ഉണ്ട്. അകത്ത് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പെൻസിലും കളർ പെൻസിലും റബ്ബറും ഒക്കെ വെക്കാൻ ഒരുപാട് സ്പേസ് ഉള്ളൊരു ബോക്സ് ആയിരുന്നു. അഫ്നാനും അതിനാൻ്റെ സെയിം ബോക്സ് ആയിരുന്നു, പക്ഷേ അയൺമാൻ ആയിരുന്നു അതിൻ്റെ തീം. ഫ്രണ്ട് കവർ വന്നത് അയൺമാൻ ആയിരുന്നു. അല്ലുവിൻ്റെത് വന്നിട്ടൊരു ഫ്രോസൺ എൽസ തീമായിരുന്നു, ബ്ലൂ കളർ. അത് ഒരുപാട് സ്പേസ് ഉള്ള ഒരു പൗച്ചായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രോസൺ എൽസ ആണോ, അയൺമാൻ ആണോ, ക്യാപ്റ്റൻ അമേരിക്ക ആണോ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അഫ്നാൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വാങ്ങിച്ചായിരുന്നു, ക്ലാസ്മേറ്റ്സിൻ്റെ. പിന്നെ നമ്മൾ 3 വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. വാട്ടർ ബോട്ടിലെന്ന് പറയുമ്പം ഇതിൻ്റെ വലുത്, ബ്ലാക്കിൻ്റെ വലുത്, ചെറുതും ഉണ്ട്. ഇത് വലുത്, ഇതിൻ്റെ 2 ചെറുത്, പിന്നെ ഒരു ചെറുത്. ഇതൊക്കെ അവർ വാപ്പി വാങ്ങിച്ചതാണ്. പിള്ളേരെ പിന്നെയും എടുക്കാം, പക്ഷേ വാപ്പിയെ പറ്റത്തില്ല. ഇതും വാപ്പി വാങ്ങിച്ചതാണ്, ഈ ഒരു വാട്ടർ ബോട്ടിൽ. ഇത് അതിനാണ് വാങ്ങിച്ചത്. പിന്നെ ഇത് അല്ലുവിൻ്റെ വാട്ടർ ബോട്ടിൽ. അടുത്തത് നമ്മുടെ ലഞ്ച് ബോക്സാണ്. എല്ലാ പ്രാവശ്യവും സ്റ്റീലിൻ്റെ തന്നെയാണ് വാങ്ങുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങാറില്ല. ഇത് അല്ലുവിൻ്റെ ലഞ്ച് ബോക്സാണ്, ചെറിയ ലഞ്ച് ബോക്സാണ്. അതിനകത്ത് ചെറിയൊരു കറിപ്പാത്രവും കൂടെ ഉണ്ട്. അടുത്ത അഫ്നാനും അനാനും ഒരേപോലത്തെ പാത്രമാണ്. ലീഫിൻ്റെ ഡിസൈൻ വരുന്ന ഒരു പാത്രം, സ്റ്റീൽ പാത്രം തന്നെ, നല്ല വീതിയുള്ള പാത്രമായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീലായിരുന്നു കേട്ടോ. അതിനകത്ത് മുഖം കാണാൻ പറ്റും, പിന്നെ പാത്രം വെച്ചുള്ള കളിയായി 3 കൂടി. ഇനി അടുത്തത് ടിഫിൻ ബോക്സ്. അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ. അത് ചൂടുള്ള ഐറ്റംസ് ഒന്നും ഇടുന്നില്ലല്ലോ അതിൽ, അതുകൊണ്ട് അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഈ ബോക്സിനകത്തൊരു കുഞ്ഞൻ ബോക്സും കൂടെ ഉണ്ട്. പിന്നെ ഒരു ഫോർക്കും സ്പൂണും പോലെ. ഇതാണ് അല്ലുവിൻ്റെ ടിഫിൻ ബോക്സ്. ടിഫിൻ ബോക്സും അഫ്നാനും അതിനാനും ഒരേപോലെ തന്നെയാണ് വാങ്ങിച്ചത്. ഒരു ബോക്സിനകത്ത് ഒരു ചെറിയ ബോക്സും കൂടെ വന്നിട്ട് ഫോർക്കും സ്പൂണും. അഫ്നാനും അതിനാനും സെയിം ബ്ലൂ യെല്ലോ കളറായിരുന്നു. പിന്നെ നമ്മൾ ബാഗ് വാങ്ങുമ്പോൾ നമുക്ക് ബാഗിൻ്റെ കൂടെ ഒരു റെയിൻ കോട്ട് 9 രൂപയ്ക്ക് എടുക്കാമായിരുന്നു. അതിൽ അല്ലാതെ പ്രൈസ് ഇട്ടേക്കുന്ന 140 ആണ്. പക്ഷേ ബാഗ് വാങ്ങുമ്പോൾ 9 രൂപയാകുന്നുള്ളൂ ഈ റെയിൻ കോട്ടിന്. ഈ ലഞ്ച് ബാഗ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ.
പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ലഞ്ച് ബാഗായിരുന്നു. ഇതിൻ്റെ ബ്ലൂ അഫ്നാന്, ഈ ഗ്രേ അദ്നാനായിരുന്നു. ആ വയലറ്റ് അല്ലുവിൻ്റെയാണ് യൂണിക്കോണിൻ്റെത്. നല്ല ക്വാളിറ്റി നല്ല സ്പേസും ഉള്ളൊരു ടിഫിൻ ബാഗായിരുന്നു. പിന്നെ ഈ പെൻസിൽ, എൻ്റെ കയ്യിൽ കുറച്ച് പെൻസിലുണ്ടായിരുന്നു. പിന്നെ ഒരു പാക്കറ്റ് പെൻസിൽ പിന്നെ നമ്മൾ വാങ്ങിച്ചോളൂ. അപ്പോൾ ആ പെൻസിലും കൂടി ആ ജാറിനകത്താക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ ടവൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ. നമ്മൾ ഈ ലഞ്ചൊക്കെ പൊതിഞ്ഞുകൊണ്ട് പോകുന്ന ടവലുകൾ. ഈ ബുക്സ് വേണ്ട, പൊട്ടിക്കണ്ട എൻ്റെ പൊന്നെ, പൊട്ടിക്കണ്ട. സ്കെയിൽ അഡീഷണൽ രണ്ടെണ്ണം വാങ്ങിച്ചു. പിന്നെന്താ കുറേ റബ്ബറും സ്റ്റാപ്ലർ പിന്നെ അതൊക്കെ വാങ്ങിയിരുന്നു. ഇതൊന്നുമല്ല ഗൈസ്, ഞാൻ കല്യാണം പിന്നെ വീട്ടിൽ പോയി നിന്ന് അങ്ങനെ കുറേ ദിവസങ്ങൾ പോയി. പെട്ടെന്ന് തന്നെ സ്കൂൾ ഓപ്പണിങ്ങുമായി. എനിക്കിനി ഒരുപാട് ജോലിയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോട്ട്ബുക്സും ടെക്സ്റ്റ് ബുക്കും എല്ലാം ബ്രൗൺ പേപ്പർ ഇട്ട് പൊതിയുക. ഞാൻ ഇന്നാണ് ഗൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേന്ന്. ഒരുപാട് പണിയുണ്ട് ഗൈസാ. ബുക്സ് ഒന്നും പൊതിയിടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ വീട്ടിൽ നിന്ന് വന്നേ ഉള്ളൂ. ബുക്സ് ടെക്സ്റ്റുകൾ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ 2 കവറിൽ നിറച്ചും നോട്ട്ബുക്സാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇട്ടിരുന്നു. അത് ഇത് കൊണ്ട് കൊടുത്താണ്. ഹലോ കിറ്റിയുടേത്, നമ്മുടെ ഫ്രോസൻ്റെത്, പിന്നെ മിക്കി മൗസിൻ്റെ, അങ്ങനെ കുറച്ച് സ്റ്റിക്കേഴ്സ് കിട്ടിയിരുന്നു. അതൊക്കെ നോട്ട്ബുക്കിൽ ഒട്ടിക്കണമെന്നാണ് പറയുന്നത്. ഫ്രോസൺ എൽസ അതാണ്. എനിക്ക് എപ്പോഴാണ് ഓർമ്മ വന്നത് ഫ്രോസൺ എൽസ. പിന്നെ നമ്മുടെ ബാർബിയുടെയും ഫ്ലവേഴ്സിൻ്റെയൊക്കെ നെയിം സ്ലിപ്പും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.